ഇനി എന്താണ് നിന്ന് എന്താണ് നോക്കണൊക്കെ വാടു. അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എന്തൊക്കെയുണ്ട്? ഇന്ന് വീട്ടിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പോണതിന് മുന്നായിട്ട് വീഡിയോ എടുത്തതാണ്. മോനോസിന് വയ്യാത്തതുകൊണ്ട് ഞാൻ നേരം വൈകിട്ടാണ് കടയിലേക്ക് പോകട്ടോ. മോനൂസിന് വയ്യാത്തതുകൊണ്ട് നേരം വൈകിട്ടാണ് കടയിലേക്ക് പോകട്ടോ. അതിന് മുഖം കണ്ട ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ട് ഈ പ്രശ്നം. അപ്പോൾ അംഗൻവാടിയിൽ കുട്ടികൾക്ക് പനിയും അങ്ങനെ ഈ അസുഖം ഉണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയതാണ് അവന്. ഇപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ട് ഇരുത്തിക്കുക. ഞാനും രാത്രി ഉറങ്ങണേ ഇല്ല. അവന് മുഖത്ത് ഇത് ഇവിടെയൊക്കെ വീർത്തുന്നുണ്ടോ, വേദന എടുത്തിട്ട് തീരെ ഉറങ്ങണില്ല. പിന്നെ കടയിൽ പോയാൽ കടയിൽ നിന്നാണ് എന്തെങ്കിലും ഫുഡ് കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ അപ്പോൾ ഉറക്കം വരും. ഒരു 10-11 മണി അല്ലെങ്കിൽ 12 മണി ആ ടൈമിലാണ് കേട്ടോ അവൻ്റെ ഉറക്കം. അപ്പോൾ അവൻ്റെ മരുന്നിൻ്റെ കുപ്പികളാണ് ഇരിക്കുന്നത്. കട്ടൻ ചായ മാത്രം ഉണ്ടാക്കി ഇവിടുന്ന്. ഇവിടെ ഗ്യാസ് ഇല്ല. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ കുറ്റി കടയിലേക്ക് കൊണ്ടുപോയി. സോടെ ഗ്യാസ് ഇല്ലാണ്ട്. അതേപോലെ മോനൂന് വയ്യാതെ ഞാൻ കടയിലില്ലാതെ ഇരുന്നപ്പോൾ വീട്ടിലായിരുന്നപ്പോൾ അവിടെ ഗ്യാസ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഫുള്ള് 3 കുറ്റിയും ഗ്യാസ് കഴിഞ്ഞ് തീർന്നു. പെട്ടെന്ന് ഗ്യാസിന് വിളിച്ചപ്പോൾ കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്നാണ്ട് ഇവിടുത്തെ കുറ്റി എടുത്തിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അത് കാരണം പിന്നെ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കലില്ല. പിന്നെ ഇങ്ങോട്ട് ഗ്യാസ് ഇറക്കാൻ പറ്റിയിട്ടില്ല. വലിയ കുറ്റിക്ക് 2000 രൂപ വേണം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഗ്യാസ് ഇറക്കലൊന്നും നടക്കണില്ല. വാടകയും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ കട എടുക്കാനായിട്ട് വന്ന് കുറച്ച് കടങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ പൈസ ഒന്നിനും കൂടെ ഒക്കൂല. പിന്നെ ഇങ്ങോട്ട് ഗ്യാസ് ഇറക്കണം എന്ന് വിചാരിച്ചിട്ട് 2 മാസത്തോളമായി പിന്നെ ഇവിടെ ഗ്യാസ് ഇറക്കിയിട്ടില്ല. ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഇത്തല്ല എന്നെക്കാളും താഴെയാണ്. അവളിപ്പോൾ മോനസിന് ചായ കൊണ്ടുവന്ന് കൊടുത്തതാണ്. പിന്നെ ഞാൻ വേഗം പോകാനുള്ള ധൃതിയിൽ ചായ ഉണ്ടാക്കില്ല. പിന്നെ ഇറങ്ങി അവിടെ പോയി കഴിഞ്ഞാൽ വേഗം ഒരുക്കാണ്ട് പേർക്ക് ചായ കൂട്ടി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കടയിലേക്ക് പോയാൽ. കുട്ടികൾക്ക് വയ്യെങ്കിൽ പിന്നെ ഈ വയ്യാത്ത കുട്ടികളായിട്ട് കടയിലേക്ക് പോകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ തിരക്കുള്ള സമയത്ത് മുഖമൊക്കെ വീർത്തിട്ട് പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനാവും പരാതി പറിച്ചത്. ആളുകൾ പല തരമല്ലേ. അല്ലെങ്കിൽ ഞാൻ മക്കളായിട്ട് കടയിൽ നിൽക്കണേന് ഈ വെറുതെ നേരം പോക്കിന് പണിയില്ലാതെ നടക്കുന്ന കുറച്ച് പേര് അവർക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ആ കടയിൽ ഈ കടയിൽ വീഡിയോ തിരക്കിലിരുന്ന് സംസാരമാണ് വിഷയം. കുട്ടികൾ നോക്കിയാണ്ട് നിൽക്കുകയാണ്. മക്കൾക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ മക്കളേനെ എന്ത് ചെയ്യുള്ളൂ? എൻ്റെ മക്കളേനെ ഞാൻ നോക്കല്ലാതെ അമ്മക്ക് കുട്ടികളെ നോക്കാൻ കഴിയില്ല. അമ്മ പ്രായമായതാണ്, വയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ മക്കളേനെ ഇട്ടിട്ട് പോവുക. എൻ്റെ മക്കളെൻ്റെ കൂടെ നിർത്താൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ അംഗനവാടി കൊണ്ടുപോയി ആക്കി കൊടുക്കും. ഇപ്പോൾ വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മളെ മക്കളെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളെ ജീവിതം. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആൾക്കാർ സംസാരിക്കും. ഇക്കാൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളെ കടയിൽ നിർത്തിയിട്ട് പറയുന്നുണ്ട് അത്. മക്കളല്ലേ എല്ലാത്തിൻ്റെ ഐശ്വര്യം. പിന്നെ മക്കളാണ് അവരെ കൊണ്ട് കിട്ടുന്ന ഐശ്വര്യം, സന്തോഷം. കുട്ടികൾ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് അവരുടെ ചിരിയും കളിയും. കുട്ടികളെ ഇഷ്ടമുള്ളവരുണ്ട്. കടയിൽ വന്നാൽ അവർ മിഠായി മേടിച്ചെടുക്കും, കുട്ടികളെ കളിപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞാണ്ട് ഓടിച്ചിട്ടിട്ട് കളിപ്പിക്കണവരുണ്ട് കേട്ടോ. മോളൂസ് കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാൻ മടിച്ചിട്ട് ഇരിക്കുകയാണത്. മുണ്ട് കൊടുത്ത് പറിച്ചിട്ട്
അവളുടെ പണിയാണ്. ഇവരേനെ ഒരുക്കിയിട്ട് കടയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിന് അപ്പോൾ അവളെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് മോനെ മടിയിൽ നിന്ന് ഇറക്കിയത്. ഞാൻ പിണങ്ങിയിട്ട് താഴെ ഇരിക്കുന്നത് അവന് വയ്യാത്തോണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഒരു ഇതുമില്ല. അവനെ മടിയിൽ നിന്ന് ഇറക്കിയതിനാണ് ഇപ്പോൾ ഈ കാണിക്കണത്. നിലത്തിരുന്ന് പിണങ്ങിയിരിപ്പാ, വേദന ഉണ്ട് നല്ല പാവ, ഉറക്കിട്ടണില്ല രാത്രി, വേദന എടുത്തിട്ട് അവനെ എടുത്തുകൊണ്ട് കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞ് വേദനയ്ക്കുണ്ട് പറയുന്നുണ്ട് പാവം. അങ്ങനെ മുഖം ഇങ്ങനെ വീർത്ത് കഴിഞ്ഞാൽ മുണ്ടിയേക്കെന്ന് പറയും, വീർത്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കും. എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴൊന്നുമില്ല, കുറച്ച് മുന്നേ. വലിയവർക്കും വരും കേട്ടോ. പിന്നിപ്പോൾ മോൾക്കില്ലാതിരുന്നാൽ മതിയായിരുന്നു. മുഖം കണ്ടില്ലേ, ആകെ ഇങ്ങനെ ഈ പിടുത്തം തന്നെ പാവം തോന്നാ, പാവല്ലേ ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ അവനെ കളിപ്പിച്ചുകൊണ്ടും അവൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടേയിരിക്കണം ഓരോന്ന് കാണിച്ചിട്ട്. അപ്പോൾ അവന് വേദന അറിയില്ല. എന്നിട്ട് അവന് വെറുതെ ഇരിക്കുമ്പോൾ അവന് നല്ലോണം വേദന അറിയുന്നുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ, പാവമാണ്. ഒന്ന് ചവച്ച് കഴിക്കാനൊന്നും വയ്യ, തടിയൊക്കെ പോയ ആള്. കഞ്ഞി ഉണ്ടാക്കി കൊടുത്താൽ കുടിക്കണമില്ല, ചെറിയരി കഞ്ഞി ഉണ്ടാക്കി കൊടുത്താൽ അവന് ഇഷ്ടമല്ല, അത് കഴിക്കണില്ല. അവനിഷ്ടം ചോറ് തന്നെ. ഇന്നലെ ഒന്നും ശരിക്കും ഫുഡ് കഴിച്ചിട്ടില്ല. ഈ ബിസ്ക്കറ്റ്, ബേക്കറി, ഫ്രൂട്ട്സ് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അവന് വായ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വായ്ക്ക് ടേസ്റ്റുള്ളതൊക്കെ ഇപ്പോൾ കഴിക്കണുള്ളൂ. പേരക്ക അങ്ങനെയൊക്കെ. തണുത്തത് കൊടുക്കാനും പറ്റൂല. എന്തെങ്കിലും എനിക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാന്ന് വെച്ചാൽ തണുപ്പില്ലാണ്ട് എന്നാൽ പേരക്ക ഞാൻ ജ്യൂസ് അടിച്ച് കൊടുത്തു. അതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ ഭക്ഷണങ്ങൾ. മൈക്കില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ സംസാരിക്കാത്ത വോയിസ്. പിന്നെ നമ്മൾ ചുണ്ടനക്കാന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ഇറങ്ങിട്ടോ, കടയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. മോളൂസിനെ മാറ്റി ഒരുക്കി ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പൂച്ച ഉണ്ട്. പൂച്ച അവിടെ പുറത്തുണ്ട്. അപ്പോൾ അതിനെ കളിപ്പിക്കാൻ നിൽക്കുക. അതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ കേൾക്കൂല. അപ്പോൾ ഇതിൽ കൂടെ അങ്ങനെ പോവുക കേട്ടോ, റോട്ടിലേക്ക് ഇറങ്ങാൻ എളുപ്പമാണ്. ഫ്രണ്ട് പിന്നെ ഞാൻ തുറക്കലില്ല, ഫ്രണ്ടിലോട്ട് പോകാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൊച്ചു വിശേഷങ്ങൾ. ഇനിയിപ്പോൾ കടയിൽ പോയാൽ റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. നേരെ വൈകി ചെല്ലണതിൻ്റെ പടാപാട് എനിക്കവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ടാവും. പൂച്ചേനെ കടയിൽ കൊണ്ടുപോകാറുണ്ട്. പൂച്ചയുടെ പിന്നാലെ നടക്കുക. എനിക്ക് പേടിയാണ് പൂച്ച മാന്തോന്ന് വിചാരിച്ചിട്ട്. മോന് ഓടുകയാണ് കേട്ടോ. മോളെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് ഞാൻ മോനെ പിടിക്കാൻ പോയത്. വണ്ടി വരുന്നുണ്ടേ. അവളാദ്യം ഓടി. അത് കണ്ടിട്ട് മോനൂസ് അവിടുന്ന് കൈ വിട്ടിട്ട് ഓടിയത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കല്ലേ, എൻ്റെ ഒരു കയ്യിൽ സഞ്ചി ഉണ്ട്. അപ്പം ഞാൻ വേഗം മോളെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് എന്നെ പിടിക്കാൻ ഓടിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ഒരു കൊച്ചു വീഡിയോ ആണ്. എന്നും കടയിലെ വിശേഷങ്ങളെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റുകളൊക്കെ ഇടണമെന്ന് നല്ലോണം അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.